ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയുള്ളൊരു മീൻ കറിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു മിക്സിയുടെ ജാറിലേക്കൊരു 4-5 ചെറിയ ഉള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളിയുടെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി അത്ര എടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു 1/2 കിലോ മീനിൻ്റെ കണക്കാണ് പറയുന്നത്. അപ്പം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവ് വേണ്ടവർക്ക് കാശ്മീരി മുളക് പൊടിയും മറ്റേ നല്ല മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ എനിക്കിവിടെ എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ഇടുന്നത്. അപ്പോൾ എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച് മാറ്റി ഉപയോഗിച്ചാൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് നല്ല മഷി പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ, ഒട്ടും തരിതരിയായിട്ട് കിടക്കാൻ പാടില്ലേ. അപ്പോൾ ഞാൻ കണ്ടത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ഞാൻ ഒരു കഷ്ണം പുളിയും കൂടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 2-3 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെന്താ 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ വീണ്ടും വെളുത്തുള്ളി എടുക്കുന്നില്ല കേട്ടോ, പക്ഷേ ഇഞ്ചി ഇതിനകത്തിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പം എന്നെപ്പോലെ ഈ എരിവ് പറ്റാത്തവർ പലപ്പോഴും എനിക്കുണ്ടാക്കുമ്പോൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആവാറുണ്ടായിരുന്നു. കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി അധികം അങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കറിക്ക് ആ വിചാരിക്കുന്ന ഒരു കൊഴുപ്പും ടേസ്റ്റും ഒന്നും വരാറില്ലല്ലോ. മുളക് പൊടി കുറച്ച് നന്നായിട്ട് ഇടുമ്പോഴുള്ള ആ ടേസ്റ്റ്. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വാങ്ങിച്ചാലും ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലിട്ട് അതിന് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഇനി മിക്സ് ചെയ്ത് പൊടിക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ഈ നമ്മുടെ ഈ മീൻ മുളകിട്ട് ഇതുകൊണ്ട് വെക്കുമ്പം എനിക്കത് ഒക്കുകയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ രീതിയിൽ വെച്ച് നോക്കിയപ്പോൾ ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല കൊഴുത്ത ഗ്രേവിയുമാണ്. ഈ നമുക്ക് വലിയ എരിവിൻ്റെ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് എരിവ് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഈ രീതി വെച്ച് നോക്കിയോ, നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടും. പിന്നെ ഇത് കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഞാനിതിപ്പം തലേന്ന് രാത്രിയിലാണ് ഈ മീൻകറി വെച്ച് വെക്കുന്നത്, അടുത്ത ദിവസം പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ എടുത്ത് വെക്കുമ്പോൾ പിന്നെ അവർക്ക് സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇത് തൊട്ട് ഉള്ളിയും ഇതുമെല്ലാം ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വന്നപ്പോഴത്തേന് അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് ഇനി അതൊന്ന് വഴറ്റി കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ എണ്ണ തെളിയുന്നിടം വരെ വഴറ്റണം. എണ്ണ തെളിയുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആ മസാലയെല്ലാം നല്ലോണം മൂത്ത് പച്ചമണം എല്ലാം മാറി ആ ഒരു പരുവത്തി വരണം. നമ്മൾ ഈ തക്കാളിനകത്ത് അരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ശരിക്ക് നമ്മൾ ആ മസാല മൂപ്പിച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ തക്കാളിയുടെ ഒരു പച്ചച്ചോവ ഇതിലേക്ക് വരും. അപ്പം നമ്മൾ ആ കറിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് നേരം അടച്ച് വെക്കുക. അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് പൊടിയും മസാലയെല്ലാം നല്ലോണം മൂത്ത് കിട്ടും. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഞാൻ 1/2 കിലോ കേരമീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കറി വെക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ മതി. നമ്മുടെ ഈ മീൻ കറിയിലോട്ടൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളത്. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കറി അത്ര ഒരു സുഖമാവില്ല. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം കെറ്റിലിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മീൻ കറിയിലോട്ട് ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവസാനം ഈ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം പിടിക്കും. അപ്പോൾ നമ്മൾ ആ മീൻ വേവാൻ എത്രയാണോ വെള്ളം വേണ്ടത്, പിന്നെ അവരവരുടെ ഗ്രേവിയുടെ ഇതനുസരിച്ചിട്ടും. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല കൊഴുത്തൊരു ഗ്രേവി ആയിട്ടാണ് കിട്ടുന്നത്. അടുത്ത ദിവസം രാവിലത്തെ ഇത് ഞാൻ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും തിക്നെസ് വേണ്ടെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം 2 കപ്പ് എന്നുള്ളത് വേണേൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഗ്രേവിയുടെ തിക്നെസ് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇത് നമ്മൾ ഈ തക്കാളി എല്ലാം കൂടെ അരയ്ക്കുന്നതുകൊണ്ടുണ്ടല്ലോ, ഇത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുളിവെള്ളം അതിനകത്തോട്ട് ഒഴിച്ച്, പുളിയും വെള്ളവും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് മറ്റേ തിളപ്പിക്കാൻ വെച്ച വെള്ളവും കൂടെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് ഇനി ഒന്ന് അടച്ച് വെക്കുക. ഈ മസാല ഇതൊന്ന് തിളച്ച് കഴിയുമ്പം അതിലേക്ക് മീൻ കഷ്ണം പെറുക്കിയിട്ട് വെന്ത് കഴിഞ്ഞ് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത്, പിന്നെ എന്താ പറയുക, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചാറ് കുറുകി വരുമ്പോൾ ഞാനങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ തലേന്ന് വെക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴേ ഓഫ് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത ദിവസം അങ്ങനെ കുറുകിയിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് പോലും അടുത്ത ദിവസം നല്ലതായിട്ട് കുറുകി കിട്ടിയായിരുന്നു. അപ്പം
ഗ്രേവി അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രേവി വേണ്ടവർ അത് നോക്കി അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ചെയ്ത ഒരു രീതി പറയുന്നതേ ഉള്ളൂ, അല്ലേ എനിക്ക് ആ ഒരു അത്രയും കുറുകിയ ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ ചെയ്തത് ഇത്രയും വെള്ളത്തിലാണ്. അപ്പം മീനെല്ലാം പെറുക്കിയിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് മീനൊന്ന് വേവാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ മീനെല്ലാം ഒന്ന് തിളച്ച് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവിയിട്ട് ഇളക്കരുത്, പൊടിഞ്ഞു പോകുമെന്ന് പറയാം. അപ്പം ജസ്റ്റ് 2 സൈഡും പിടിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാൻ എന്താണ്ട് ഈ ഒരു കൊഴുപ്പായപ്പോൾ, അതായത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നേ ഉള്ളൂ, ആ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലത്തെ വീഡിയോ ഞാൻ കാണിക്കാവേ. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെ വെളുപ്പിന് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മീൻകറി ഞാൻ ആദ്യം കാണിച്ചത് ആ പാകത്തിനാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൽ കൂടുതൽ ചാറ് വേണം എന്നുള്ളവർ അവരതനുസരിച്ചിട്ട് വെള്ളം ചേർത്തണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ബൈ, ലവ് യു.